ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടെ ഗുഡ് നൈറ്റാ. എന്താ? ഇവിടെ ഗുഡ് നൈറ്റ് ആണ്. അതെ 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 ഇവിടെ ഗുഡ് എങ്ങനെയുണ്ട് മോർണിംഗ്. ഷോയൊക്കെ? ഷോയൊക്കെ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. എല്ലാം നന്നായിട്ട് നടന്നു. ഉച്ചക്ക് ഓക്കെ, വെരി എങ്ങനെയുണ്ട്? ഗുഡ്. ഹൗ ആർ യു? ഇടക്കിടക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് ചില ഓക്കെ, റീൽസ് കട്ട്സ് ഒക്കെ. എങ്ങനെയുണ്ട്? പാട്ടൊക്കെ പൊളിക്കുന്നുണ്ട്. ഏ ഏതും കേൾക്കാം, കേൾക്കാവോ? ഞാൻ ചോദിച്ച ഹൗ ആർ യു എന്ന്. അത് കട്ടായി പോയി, അവിടെ ഫ്രെയിം ബ്രേക്ക് ആയിപ്പോയി. ഐ എം ഗുഡ്, ഗുഡ്, ഗുഡ്. ഓക്കെ, എങ്ങനെയുണ്ട് ട്രിപ്പ് ഒക്കെ? ഇപ്പൊ എവിടെയുള്ളേ? ഞാൻ ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കില്ലേ? ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട് ഷോ? ഷോ എല്ലാം കഴിഞ്ഞു. ഞാൻ നമ്മുടെ കഴിഞ്ഞല്ലേ? ഞാൻ 3rd തിരിച്ചു വരും. ഓക്കെ, ഓക്കെ, ഓക്കെ. നാളെയാണ് നമ്മുടെ റിലീസ്. ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും ആ സമയത്ത്? ഇന്ന് രാത്രിയാണ് US-ലെ. എനിക്ക് തോന്നുന്നു അവിടുത്തെ സമയം ഇവിടുത്തെ 11:30 11:45 റിലീസ്. ഓക്കെ, ഓക്കെ. അവിടെ കാണുന്നുണ്ടോ അതോ? കാണണം. കാണാനുള്ളൊരു പരിപാടി ഉണ്ട്. നോക്കാം. ആ, ഉച്ചയൊക്കെ കാണുന്നുണ്ടോ? ഞാൻ ചിലപ്പോ ദുബായിക്ക് പോകും രാവിലെ. അവിടെ ഒന്ന് കാണാൻ സാധ്യതയുണ്ട്. അവിടെ ഒരാൾ ദുബായിൽ ചിലപ്പോ ഒരു കാണുന്നു, തിയേറ്റർ വിസിറ്റ് എങ്കിലും ഉണ്ടാവും. ഒരാൾ ദുബായിൽ കാണുന്നു, ഒരാൾ US-ൽ കാണുന്നു. അതെ. ഇവിടെയൊക്കെ മലയാളികളുണ്ടല്ലോ. പിന്നെ ലോകം മുഴുവനില്ലേ. അപ്പൊ എല്ലാരും വളരെ ഈഗർലി വെയിറ്റിംഗ് ആണ് ആ സിനിമയ്ക്ക്. അതെ, അതെ. കുറെ നാളത്തെ കഷ്ടപ്പാട് ഉത്ഥാനം ഒക്കെയാണ്. നടക്കുന്നു. എല്ലാരും ഒരുപാട് നാൾ കഴിഞ്ഞ് വരുന്നൊരു സിനിമയല്ലേ നമ്മൾ ഒരുമിച്ച്. അതെ, നമ്മൾ തീർച്ചയായിട്ടും ഒന്നിച്ചുള്ള സിനിമ. ചാക്കോച്ചൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ല. വരുമായിരിക്കില്ല. പക്ഷേ ചാക്കോച്ച വരുന്നുണ്ടോ? ചാക്കോച്ചൻ വരാമെന്ന് വളരെ പറഞ്ഞിട്ടുണ്ട്. വലിയ എക്സ്പെക്ടേഷൻ ആണ് സിനിമ. അതെ, ആളുകളുടെ പ്രതീക്ഷകൾ. ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. പ്രതീക്ഷ ഉണ്ട്, എന്താണ് പ്രതീക്ഷിക്കുന്നറിയില്ല. അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. നമ്മുടെ ഉള്ളതല്ലേ നമുക്കുള്ളൂ. അവര് വേറെ എല്ലാ പലതൊക്കെ സിനിമകളും പ്രതീക്ഷിക്കുന്ന കുഴപ്പമായി പോകും. നമ്മുടെ ഉള്ളതിനെ പ്രതീക്ഷിക്കണേ. ഇത് മലയാള സിനിമയുടെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. പിന്നെ ഇനി ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവണമെങ്കിൽ ഈ സിനിമ നന്നായിട്ട് കളക്ഷൻ ആവണം. പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, മടക്കെങ്കിലെങ്കിലും ലാഭം ചേർത്ത് എന്നാലൊക്കെ ഉണ്ടാവും മലയാള സിനിമ. ഇതൊരു വലിയ ഉത്തരവാദിത്തം നമ്മളെക്കാൾ കൂടുതൽ പ്രേക്ഷകർക്കാ ഇതൊന്ന് വിജയിപ്പിച്ചെടുക്കാന്നുള്ളത്. നമ്മുടെ കണ്ടന്റ് വൈസും അതിന്റെ മേക്കിംഗ് വൈസും കണ്ടന്റ് ആർട്ടിസ്റ്റ് വൈസിന്റെ അത് വൈസും മാത്രമല്ല, ഈ സിനിമ പറയുന്ന ഒരു ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സോഷ്യൽ ലൈഫിനെ, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ, നമ്മുടെ എല്ലാ തരത്തിലുള്ള ജീവിതത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് നമുക്കെതിരായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കഥയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് ഈ വെളിയിലുള്ള ശത്രുക്കൾ മാത്രമല്ല, അത് തോന്നില്ലേ, പലതരത്തിൽ, പല രൂപത്തിൽ. അല്ലെ, പുതിയ ടെക്നോളജി വളരുന്നതനുസരിച്ച് അത് നന്നായിട്ട് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതാണ്. അതിനെ പിന്നെ ആറ്റം ബോംബ് വരെ, ആറ്റോമിക് എനർജി വരെ നന്നായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ആൾക്കാരെ കൊണ്ട് ബോംബ് ഉണ്ടാക്കി അപ്പൊ അതിനെ എങ്ങനെ തടയാൻ പറ്റും, അല്ലെങ്കിൽ അത് അതിനെ തടയാൻ ശ്രമിക്കുന്നവരുടെ കഥയാണ്. അതെ, എസ്പെഷ്യലി മെയിൻലി ചിൽഡ്രൻ, കുട്ടികൾ. ഗോപൻ വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഗുഡ് ഈവനിങ്. നിങ്ങൾ എവിടെയാണ് ഇതിന്റെ ഇടയിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയാനോ? ഇല്ല, ഞാൻ കേരളത്തിൽ തന്നെയുണ്ട്, കൊച്ചിയിലുണ്ട്. സിനിമ കണ്ടോ? എവിടെ കാണിക്കണ്ടേ? നമ്മള് പ്രകാശ് വർമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ അറിവിൽ. ആ ഒരു പ്രാങ്ക് വളരെ പ്രകാശ് പോപ്പുലറായി, 1 മില്യൺ മുകളിലായി കഴിഞ്ഞ വ്യൂവർഷിപ്പ്. പ്രകാശ് US-ലാണോ കാണുന്ന പടം? ഇവിടെ ഞാൻ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ന്യൂയോർക്കിലാണ്. രാത്രി ഇവിടെ 11:45 അവിടുത്തെ 9:15 അപ്പൊ നോക്കട്ടെ. ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം ഇത്രയും വലിയൊരു സിനിമ, ഇത്രയും ആൾക്കാരുള്ളൊരു സിനിമ, എന്താണ് അവര് ചെയ്തിരിക്കുന്നതൊക്കെ അറിയാൻ മറ്റ് പ്രേക്ഷകരെ പോലെ എനിക്കും വലിയ ആഗ്രഹമുണ്ട്. കാര്യം ഞാൻ ഇന്ന് നാളെ രാവിലെ പ്രൊഡ്യൂസർ ദുബായിക്ക് യു ആർ ഓൾസോ കമ്മിങ് നോ ദുബായ്? എന്താ വാട്ട് ഈസ് ദിസ് മാൻ? ഞാൻ ബാംഗ്ലൂരിലെ മലയാളികളുടെ കൂടെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. മലയാളികൾ മാത്രമല്ല, എല്ലാവരുടെയും കൂടെ.
അയ്യോ പിന്നെ ഞാൻ കേരളത്തിലാരും കാണുന്നില്ല. ഒരാൾ ദുബായില്, ഒരാൾ അമേരിക്കയില്, ഒരാൾ ബാംഗ്ലൂര്. ഇനി ഫഹദ് എവിടെയാണ് കാണുന്നത്? ഫഹദിനെ നമുക്ക് എറണാകുളത്ത് വിടാം. ഏ അല്ല, കുഞ്ചാവ എന്നോട് വരുമ്പോൾ ഇങ്ങനെ അതിന്റെ ഭീഷണിപ്പെടുത്തുണ്ടായിരുന്നു. അത് അങ്ങനെ ഇന്ന് വെളുപ്പിനെ പറയുന്നത്. ഞാൻ ആ വേറെ കുറച്ച് അത് പരിപാടി നാളെ ഉണ്ടായിരുന്നു. ഹോളിഡേ ഇല്ലേ, ഷൂട്ടിംഗ് ഒന്നും ഇല്ലല്ലോ. അതാണ് ഒരു ചെറിയൊരു പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ചെയ്തിട്ട് പേട്രിയറ്റും കൂടെ കണ്ട് ഓക്കെ ഓക്കെ, വരാന്ന് വിചാരിച്ചു. കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ തിയേറ്ററിൽ പോയി കണ്ടാൽ മതി, ആൾക്കാർ ഹാപ്പി ആവട്ടെ. ഇപ്പൊ ഇത് കാണുന്നവർ അവിടെ ഒന്നും ഉണ്ടാവുമല്ലോ. അതെ 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 അതെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിച്ചോ അല്ലേ? ഞാനോ? ഇല്ല, കഴിച്ചിട്ടില്ല. അല്ലല്ല, ഇത് നമ്മുടെ സിനിമ തമിഴിലും എല്ലാം റിലീസ് ഉണ്ടോ? തമിഴ്, തെലുങ്ക്? ഭാഷ നമ്മൾ അടുത്ത വീക്കിലുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം മലയാളം എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഞാനൊന്ന് ഓഹോ. പറഞ്ഞിട്ട് എന്താണ് അസർബൈജാൻ അല്ലല്ലോ, ഉസ്ബെക്കിസ്ഥാൻ ഏതൊരു സ്ഥലത്ത് ഒരു തിയേറ്ററിൽ കളിക്കുന്നു. അപ്പൊ നമ്മുടെ ബ്രിട്ടാസിക്ക് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് അവിടത്തെ തിയേറ്ററിൽ കളിക്കുന്നു. ആണല്ലേ? മലയാളികൾ നന്നായിരിക്കും. ഈ മറ്റു ഭാഷകളൊക്കെ ഒരാഴ്ച എടുക്കും തോന്നുന്നു എല്ലാം സെൻസറായി വരാൻ. ഓഹോ. അത് കുഴപ്പമില്ല. ബാക്കി മലയാളം വരട്ടെ. മലയാളം വന്നിട്ട് നമുക്ക് തമിഴ് ആൾക്കാർക്ക് കാണാൻ ഒരു സമയം അല്ല, കൊടുക്കും. ഞാൻ എന്താ എല്ലാവരും ചോദിച്ചത്, ഞാനിവിടെ അതിന്റെ ട്രെയിലർ കണ്ടു പല ഭാഷയില്, തെലുങ്ക് ആ ഇല്ലേ? ആ നേരത്തെ ഇറങ്ങിയാവുന്ന ട്രെയിലറിലേക്ക് നേരത്തെ ഇറങ്ങി. ഈ കൂടെ ഇപ്പോൾ ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ. എന്റെ അറിവിൽ ഒരാഴ്ച കൊണ്ട് സമയം എടുക്കുമെന്നാണ് തോന്നുന്നു. നമ്മുടെ മഹേഷ് തീർച്ചയായിട്ടും എവിടെയുണ്ട്? എല്ലാ ലാംഗ്വേജിലും വേണം. കാര്യം ഒരുപാട് പേർക്ക് ഇത് കാണാനായിട്ട് അതെ ആഗ്രഹിച്ചിരിക്കുന്ന അതെ, ഒരു എല്ലാരും പടം. പറയുന്നുണ്ട്. എല്ലാരും പറയും പലരും പലരും ഇത് സബ്ടൈറ്റിലോടുകൂടി കാണുന്നവരായിരിക്കും കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണുന്നത്. മഹേഷ് നാരായണനൊന്നും കാണാനില്ല. ഉറക്കത്തിൽ തന്നെ ഉറക്കമില്ലായ്മ കൊണ്ട് ഭ്രാന്തായിട്ടുണ്ടാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ. ഓരോ ദിവസം ഓരോ കറക്ഷൻ. ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോ ഇന്ന് ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. മ്യൂസിക് ഡയറക്ടർ, ആക്ഷൻ ഡയറക്ടേഴ്സ്, മഹേഷ്, എഡിറ്റർ എല്ലാവരും എന്തായാലും ഭയങ്കരമായ. സിനിമ റിലീസായി വളരെ സുഖമായിട്ട് എല്ലാവർക്കും ഉറങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ, സമാധാനത്തോടെ. അതെ, നമ്മളെ ഉറങ്ങാതെ വലിയ കാര്യമല്ലേ? പുള്ളി ഉറങ്ങി എഴുന്നേറ്റേ. എനിക്ക് എന്റെ ആഗ്രഹം സന്തോഷം കാരണം ഉറങ്ങാൻ പറ്റാതാവട്ടെ എന്നുള്ളതാണ്. അയ്യോ. അതൊക്കെ മേലെ. അങ്ങനത്തെ ഒരു സിനിമയാണ് എല്ലാരും പ്രതീക്ഷിക്കുന്നത്. ഞാനും അങ്ങനത്തെ സിനിമ ആയിരിക്കും എന്നാണ് ഞാനും വിചാരിക്കുന്നത്, എല്ലാരും ആഗ്രഹിക്കുന്നത്. അതെ അതെ അതെ. അതായത് നമ്മളൊരു ഇങ്ങനെ വലിയ സിനിമയുടെ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇത് ഏറ്റവും വലിയ സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കും. പിന്നെ അതിന് എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു സിനിമയായി ഇതൊരു പ്രേക്ഷകരിലേക്ക് രണ്ടുമൂന്ന് എഫർട്ട് ഉണ്ട്. നമ്മൾ എല്ലാരും കൂടെ ചേർന്ന് സിനിമയ്ക്ക് ഒരു പുതിയ കാലം ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്നത് കൂടെയാണിത്. എനിക്കത് എത്രയും പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ മമ്മൂട്ടിക്ക് എവിടെയൊക്കെയാ പോയി ഷൂട്ട് ചെയ്യിക്കുന്നല്ലേ? ഷാർജ, അസർബൈജാൻ. അതെ, അസർബൈജാനൊക്കെ നല്ല കൊടും തണുപ്പായിരുന്നു. UK. ശ്രീലങ്ക രണ്ടുപേരുണ്ട്. ഞങ്ങൾ രണ്ടുപേരുണ്ട്. നമ്മളെ അതിന്റെ സൈഡ് വരെ കൊണ്ടുപോയി, മറ്റൊരുത്തൊക്കെ നിങ്ങൾ പോയി. പിന്നെ ഈ രാജ്യം നമ്മൾ എറണാകുളത്ത് സെറ്റ് ചെയ്യുകയും ചെയ്തു അല്ലേ? ആവർത്തിച്ച് പറയുന്നുണ്ടേ. എവിടെയാണ് എങ്ങനെയാണെന്നുള്ള ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ രീതിയിലുള്ള നമ്മള് മഹേഷും അതിന്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത് പറയപ്പോ എല്ലാം അവിടെ എടുത്താന്ന് പറയാൻ കേട്ടോ. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ശരിക്കും പോയിട്ട് കേട്ടോ, യുകെയിലും ഒക്കെ. ഫൈറ്റ് സീക്വൻസ് നമ്മൾ കണ്ടില്ല. ആരും കണ്ട് ഞാൻ ഇപ്പൊ പറയാം, ഞാൻ ഫ്ലൈറ്റിനുള്ളിലെ ആക്ഷൻ ഇസ് വെരി ഗുഡ്. മറ്റേ ആ ഹോസ്പിറ്റലിൽ എത്ര നേരം എടുക്കും ക്ലൈമാക്സ് പറഞ്ഞു കൊടുക്കാം. നമുക്ക് പക്ഷെ പറയാൻ എക്സൈറ്റ്മെന്റ് കൊണ്ട് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ വന്നു പോകുന്ന പുറത്തേക്ക്. മമ്മൂട്ടിക്ക് അതെല്ലാം കണ്ടു. മമ്മൂട്ടിക്ക് അതെല്ലാം കണ്ടു. ഞാൻ ഡബിയോ എന്റെ പോർഷൻ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ അവിടെയൊക്കെ ഉള്ളതുകൊണ്ട് കാണുന്ന, ഈ സ്ഥലത്തൊക്കെ ഞാൻ ഉള്ളതുകൊണ്ട് കാണുന്ന. നമ്മുടെ ഇതിൽ വരുന്നുണ്ടോ? ഇല്ല, അതിനെ മിസ്സിങ് ആണ്. ഇല്ല, വരുന്നില്ല. അവനൊക്കെ തപ്പിയെടുക്കാൻ പറ്റിയ പാടാ. അത് വരുന്നില്ല. ഇല്ല. അങ്ങനെ കുറെ സെന്ററുകളുണ്ട് എല്ലായിടത്തും ലോകവ്യാപകമായി.
അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഈ നിങ്ങളെ രണ്ടുപേരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ പ്രതിനിധിയാണ്. ഞാൻ ശരിക്കും നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അത് കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞോളൂ. ഇല്ലില്ല, ഞാൻ ഒരു പ്രേക്ഷകന്റെ പ്രതിനിധി മാത്രമാണ്. ഞാൻ നിങ്ങൾ രണ്ടുപേരും എന്താണ് പറയാനുള്ളത് ശരി, പ്രേക്ഷകരോട് അത് ചോദിക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ചോദിക്കും, പറയാം. പുള്ളിയോട് ആദ്യം ചോദിക്കും. നല്ല ഫ്രഷ് ആയിട്ട് കമന്റുകളൊക്കെ ചോദിക്കുന്നുണ്ടോ മമ്മൂക്കയോട്? ഞാൻ കമന്റുകളൊന്നും കാണുന്നില്ല. ശരിയാണല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് അവരോട് കുഞ്ചാക്കോ മുക്തേന്ന് ആരോട് ചോദിക്കുന്നുണ്ട്. ഒരു ഹായ് മാത്രം കാണുന്നുണ്ട് ഞാൻ. അത് എല്ലാവരും ഉണ്ട്, കുറെ ഉണ്ട്. ആണോ? കാണാൻ പറ്റുന്നില്ല. ഇല്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഹൈയൊക്കെ ഇങ്ങനെ റോളിൽ പോകുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. സാധാരണ നമ്മള് ഇൻസ്റ്റാ ലൈവ് ചോദ്യങ്ങളൊക്കെ ഉള്ളപ്പം മൈ നെയിം ഈസ് ജോസഫ് എന്ന് ഒരാൾ പറയുന്നുണ്ട്. കണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. ലാലേട്ടൻ ഹൈ തരുമെന്ന് ചോദിച്ചാൽ ഹൈ കൊടുക്കും. ഹായ് 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 ഹായ്. എന്താ ബോബിന് ചാക്കോച്ചന് ചോദിക്കാനുള്ള? ശരിക്കും ഞാൻ എന്താ വിളിക്കണ്ട അപ്പൊ? അല്ല എന്താ അപ്പൊ ഞാൻ ചാക്കോച്ചാന്ന് വിളിക്കണേ. ഞാൻ എപ്പോഴും നേരെ പെട്ടെന്ന് ബോബിനെ വിളിക്കാറ്. പിന്നെ അതല്ലേ പേര്? ബോബൻ അല്ല, ഇത് കുഞ്ചാക്കോ ബോബൻ രണ്ടുപേരും കൂടെ ഇട്ട് അപ്പന്റെ അപ്പൂപ്പന്റെ പേരാ. പുള്ളിക്കൊരു പേരില്ല. ഈ പുള്ളിക്കൊരു പേരില്ല. എനിക്ക് ഡിക്ക് ഒരു പേരിട്ട് തന്നിട്ടുണ്ട്, ചാക്കോ മാഷ്. ശരി, അപ്പൊ ചാക്കോച്ചൻ എന്താ ചോദിക്കാമല്ലോ മമ്മൂട്ടിക്കടുത്ത്? ഞാൻ പറഞ്ഞ പ്രേക്ഷകർക്ക് എന്താണ് ചോദിക്കാനുള്ളത് അത് നോക്കിയിട്ട് മമ്മൂക്ക പറയണമെന്നുള്ളതായിരുന്നു. അത് വരെ വിട്ടേക്ക്. ചോദിച്ചോളൂ. ചോദിക്കും. ഹൈ കൊടുക്കും, ആളുകൾ ചോദിക്കുന്നുണ്ട്. ഞാനോ? ഹലോ ഹലോ പ്രേക്ഷകരായിട്ട് ഞാൻ ചോദിക്കണോ? ചോദിക്കാം. ഓക്കെ. ഇതിലാരാണ് ശരിക്കും ഹീറോ? ചാക്കോച്ചനോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ചാക്കോച്ചനാണ് ഹീറോ. പാട്ട്, ഡാൻസ്, ഫൈറ്റ്, ഇപ്പൊ ഒരു ഡയലോഗ് ഒക്കെ ഉള്ള ആള് ചാക്കോച്ചനാണ്. ഡ്രൈവിംഗ്, റേസിംഗ്, എന്തെല്ലാം പരിപാടികളാണ്. അല്ലേ? നമുക്ക് ഈ പറയുന്ന ഇതിൽ എല്ലാരും ഹീറോകൾ തന്നെയാണ്, എല്ലാവരും വില്ലന്മാര് തന്നെ, അങ്ങനെയാണല്ലോ. എല്ലാവരും ഹീറോകൾ തന്നെയാണ്. ശരിക്കും ഈ ജെൻസി ജനറേഷൻ ഉണ്ടല്ലോ, അവര് ശരിക്കും നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു സിനിമ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നതെന്ന് തോന്നുന്നു. തിയേറ്ററിൽ എക്സ്പീരിയൻസ്, ഒരു പുതിയൊരു സിനിമ നിങ്ങളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ജെൻസി ജനറേഷൻ ആദ്യമായിട്ടായിരിക്കും തിയേറ്ററിലേക്ക് കാണാൻ പോകുന്നത്. അപ്പം ജെൻസി കഴിഞ്ഞിട്ട് വേറെ അടുത്തത് വന്നില്ലേ? എന്നാ പിന്നെ അവരും അവർക്ക് കൂടെ കേട്ടർ ചെയ്യുന്ന ഒരു വിഷയവും കൂടെയാണ് നമ്മള്. അവരിപ്പോ ഓൾറെഡി ഇപ്പൊ ജനിക്കുമ്പോഴേ ഇതുമായിട്ടല്ലേ വരുന്നത് ഓരോരുത്തര്, കൊച്ചുകുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും അതിനോട്ടാണല്ലോ നോക്കുന്നത്. അത് കൈ കൊടുത്തിലെ കരച്ചിലും ഡെവലപ്പ് ഉണ്ട്. അപ്പൊ ഇനി എന്നാ ആളുകൾ സിനിമ കാണട്ടെ, കാത്തിരിക്കാം. കേൾക്കാവോ? കേൾക്കാവോ? വൈഫൈ ഓക്കെ ഓക്കെ ഓക്കെ. എത്ര ദൂരെയാണ്? അതെ, വൈഫൈ പിടിച്ച് അടുത്തിട്ട് അല്ല, ഞാൻ പോയപ്പോ അവർക്ക് കൂടെ വേണ്ടിയിട്ടുള്ള സിനിമ ആയതുകൊണ്ടേ തീർച്ചയായിട്ടും അവരുടെ ഒരു വലിയ ഡേഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നെന്ന് പറയായിരുന്നു. അതെ, അത് കാണട്ടെ, എല്ലാവരും കാണട്ടെ, എല്ലാവരും കണ്ടിട്ട് ഇവരെ അറിയിക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ എല്ലാവരും സിനിമ നാളെ കാണുക. പറഞ്ഞു നോക്കൂ, എല്ലാവരും ഓരോരോ ഭാഗത്തു. എല്ലാവരും നാളെ തിയേറ്ററുകളിൽ ചെന്ന് കാണുക, നിങ്ങളെ അനുഗ്രഹിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നല്ല സിനിമയാണെങ്കിൽ അത് എല്ലാവരിലേക്കും അത് ആ ഒരു നല്ല വാർത്ത സ്പ്രെഡ് ചെയ്യുക. നേരത്തെ സൂചിപ്പിച്ച സന്തോഷം കാരണം നമുക്ക് ദിവസങ്ങളാവട്ടെ. എല്ലാവർക്കും നല്ലതാവട്ടെ. താങ്ക് യു എല്ലാവർക്കും. ശേഷം ഇങ്ങനെ കണ്ടപ്പോ കുറച്ചുകൂടെ സംസാരിക്കാൻ തോന്നുന്നു, അല്ലാതെ ഓടിക്കളില്ല. അപ്പൊ എല്ലാവരുടെ സ്നേഹം, പ്രാർത്ഥന
തീർച്ചയായിട്ടും പ്രേക്ഷകരോടും അതേ വികാരം നല്ലൊരു സിനിമയായി മാറാൻ നിങ്ങളുടെയൊക്കെ ഒരു സഹായ സഹകരണം ഉണ്ടാകട്ടെ. സിനിമ ഇൻഡസ്ട്രിയുടെ വെയിൽ കറങ്ങണമെങ്കിൽ ഇത്തരം സിനിമകൾ ഉണ്ടാകണം. ആ സിനിമ മുന്നോട്ട് പോകണം. എല്ലാ സിനിമകളും ഓടണം. അങ്ങനെയാണല്ലോ. എല്ലാ സിനിമകളും എല്ലാ സിനിമകളും ഓടേണ്ടത് തുടങ്ങി നന്നായിട്ട് വേണം. അത് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പൊ ചാക്കോച്ചന് ഞാൻ പ്രേക്ഷകന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ചാക്കോച്ചൻ എന്താണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ ഇടിച്ചു കണ്ടിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സിനിമ ഇത് തന്നെ എനിക്ക് നേരത്തെ കാണാൻ പറ്റിയ ഈ സിനിമ ഇല്ല. നിങ്ങൾ പകല് കാണും. സമയം എല്ലാം ഒന്നായിരിക്കും, പക്ഷേ രാപകൽ മാറും. അതെ, നിങ്ങൾ പകല് കാണും, ഞാൻ രാത്രി കാണും. അപ്പൊ നമുക്ക് സിനിമ കണ്ടുപിടിക്കാം. അല്ല, അതിന് മാറ്റങ്ങൾ രാത്രിയും പകലും അല്ല, രാത്രി ഒരേ സമയമായിരിക്കും, പക്ഷേ രാപകൽ വ്യത്യാസം. സിനിമയിൽ മാറ്റം വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ നല്ല ദിവസമായി മാറട്ടെ, നല്ല ഈവനിങ് മാറട്ടെ. വളരെ സന്തോഷകരമായിട്ട് നല്ല വാർത്തയുമായിട്ട് നാളെ നമ്മൾ ഉണ്ടാകട്ടെ. നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.